നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയുള്ള സമയം നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ജനകീയ വിഷയങ്ങളിലേക്കുള്ള 24ന്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇനിയുള്ള സമയത്ത്. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയുടെ ഭാഗമാകാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഞങ്ങളിലേക്ക് അയച്ചു തരാം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തുടക്കത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484284510 ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. 0484283050 എന്ന നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ കൊല്ലം കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീ പടരുകയാണ്. ഓയിൽ പാം കോർപ്പറേഷൻ്റെതാണ് ഈ എണ്ണപ്പനത്തോട്ടം. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുകയാണ്. അവിടെ എണ്ണപ്പനകൾ കത്തിനശിക്കുന്നുണ്ട്. പ്രദേശത്തെ കനത്ത പുകപടലമാണ്. കുളത്തൂപ്പുഴയിൽ നിന്നിപ്പോൾ അരുൺ രാജ് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, ഒരു ഭാഗത്ത് അത് ഈ വലിയ എണ്ണപ്പനകൾ നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ് പൂർണ്ണമായി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അത് പൂർണ്ണമായും തീ മാറ്റി എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ എന്താണ്ട് ഈ ദൃശ്യങ്ങൾ അത് ഈ 2000 ഹെക്ടറിന്റെ ഭാഗമായുള്ള സ്ഥലമാണ്. അവിടെ ഈ ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ മലയ്ക്കപ്പുറം അത് പൂർണ്ണമായും ഫോറസ്റ്റ് ഏരിയ ആണ്. വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. കാറ്റുകൂടി ഒരു ഭാഗത്തേക്ക് വീശുകയാണ്. അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോഴും ഈ സ്ഥലത്തേക്ക് എത്തിയത്. കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകി. ഇപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ഫയർഫോഴ്സ് വാഹനത്തിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഇത് അണയ്ക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അരുൺ, ഇവിടേക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ പൂർണ്ണമായും എണ്ണപ്പനകൾ, പുതിയതായി സ്ഥാപിച്ച എണ്ണപ്പനകൾ അത് പൂർണ്ണമായും കത്തി നശിച്ചു. കോടികളുടെ നഷ്ടം ഈ ഓയിൽ ഫാമിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇതിന്റെ മറുകരയിൽ കൂടി അത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഈ പുക നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പോകുന്ന ഒരുപക്ഷെ കാണാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് കൂടി ഈ തീ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ ദൗത്യം എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് അത് പൂർണ്ണതോതിൽ എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അത് പൂർണ്ണതോതിൽ അത് വിജയിക്കുമോ എന്ന കാര്യം സംശയമാണ്. അത് ആശങ്കയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വനത്തിന്റെ അതിർത്തിയാണ്, വനാതിർത്തി പ്രദേശമാണ്. അവിടെ ഇപ്പോഴും തീ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് തീ എത്തിയാൽ, ആ മലയ്ക്ക് അപ്പുറത്തേക്ക്, ആ കുന്നിനപ്പുറത്തേക്ക് ഒരുപക്ഷെ തീ പടർന്നാൽ അത് നമുക്ക് കയ്യിൽ നിൽക്കില്ല. ഒരുപക്ഷെ അത് നിയന്ത്രണങ്ങൾക്ക് അതീതമാകും. പക്ഷേ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ആ ഭാഗത്ത് ഇപ്പോൾ വരമ്പ് പോലെ ഒരു മതിൽ തീർത്തുകൊണ്ടിട്ടുണ്ട്. അത് പൂർണ്ണമായും ആ ഭാഗത്തെ ഈ പുല്ലുകൾ അത് അടക്കം മാറ്റുവാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ നടത്തുന്നുണ്ട്. എന്തായാലും അസഹനീയമായ ചൂട്, അതുപോലെ തന്നെ പുകയും അടക്കമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. ഏകദേശം 20,000 ഹെക്ടറിന്റെ ഭാഗമാണ്. അത് സർക്കാരിൽ നിന്ന്, ഫോറസ്റ്റിൽ നിന്ന് ഈ ഓയിൽ ഫാം ലീസിനെടുത്ത ഭൂമിയാണ്. ഇവിടെ ചില സംശയങ്ങൾ കൂടി ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളും അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ അടിക്കാടുകൾ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവിടെ നിന്നിരുന്നു. അതിന്റെ ഭാഗമാണോ ഈ തീപിടുത്തം എന്ന സംശയം ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അരുൺ, ആ ദൃശ്യങ്ങൾ കൂടി ഒരുപക്ഷെ ഇതിന്റെ എത്രത്തോളം വ്യാപ്തിയിൽ ഈ തീ ഇപ്പോഴും പടരുന്നു എന്ന് കാണിക്കാൻ ഈ ദൃശ്യങ്ങൾ കൂടി സഹായകരമാകും. നമുക്ക് കാണാം ഈ ഭൂമിയിൽ നിന്ന് തീ ആളി അന്തരീക്ഷത്തിലേക്ക് പടരുന്ന കാഴ്ചയാണ്. അത് പൂർണ്ണമായും അത് കരിഞ്ഞു നിന്ന ഈ ചൂടത്ത് കരിഞ്ഞു നിന്നിരുന്ന പുല്ലുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. അതിന്റെ വ്യാപ്തി ഓരോ നിമിഷവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫയർഫോഴ്സിന് ചില മേഖലയിലേക്ക് എത്താൻ കഴിയുന്നില്ല, എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അവർക്ക് ഇപ്പോഴും എത്തി ഈ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ കഴിയാത്തത്. കാരണം നമ്മളിപ്പോൾ എത്തിയ സ്ഥലം അത് കാൽനടയായി മാത്രമേ എത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഇവിടേക്ക് ജലം എത്തിച്ചുകൊണ്ട് ഈ തീ അണയ്ക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. ആ പുല്ലുകൾ തീ പിടിക്കുന്നത് അത് വലിയ തോതിൽ പുല്ലുകൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് വനാതിർത്തിയോട് ചേർന്ന ഭാഗമാണ്. ആ ഭാഗത്തടക്കം ഇപ്പോഴും തീ ഇങ്ങനെ പടർന്നു കയറുകയാണ്. എന്തായാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഈ ഓയിൽ ഫാമിലെ തൊഴിലാളികൾ അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാകുമ്പോൾ മറുഭാഗത്ത് ഈ തീ പടർന്നു പിടിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഒരു ഏകയുള്ള
അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഓയിൽ പാം കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മറുഭാഗത്ത് തീ ഇപ്പോഴും പടരുകയാണ്. ഫയർഫോഴ്സ് സംഘം അവിടെയുണ്ട്. അവർ തീയണയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്, പക്ഷേ പൂർണ്ണമായി തീയണയ്ക്കാൻ കഴിയുന്നില്ല. തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണ്. വൈകിട്ടോടെയാണ് അവിടെ തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സംഘം എത്തിയും വലിയ എണ്ണപ്പനകളുള്ള മേഖലകളിലൊക്കെ തീ തുടക്കത്തിൽ അണച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തോട്ടത്തിന്റെ മറുഭാഗത്തേക്ക് തീ വ്യാപിച്ചത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് അറിയേണ്ടതുണ്ട്. അരുൺരാജ് തുടരുന്നുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. അരുണയും തൊട്ടടുത്ത് ഇത് എസ്റ്റേറ്റ് ആണല്ലോ, ജനവാസ മേഖലകളുണ്ടോ, ഈ കാടൊക്കെ ഉണ്ടോ തൊട്ടടുത്ത്? ഏത് ഭാഗത്താണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമല്ലാതെ ഇങ്ങനെ വ്യാപിക്കുന്നത് അരുൺ? ഉന്മേഷ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം, അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വനപ്രദേശമാണ്. അവിടെ ഈ സർക്കാരിന്റെ അടക്കം സംരക്ഷണ കാരണം ചന്ദന എസ്റ്റേറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ മറുകരയ്ക്ക് ഈ തേക്കിന്റെ വലിയ ഡിപ്പോ തന്നെയുണ്ട്. അവിടേക്കൊക്കെ തീ പടർന്നാൽ ഇത് ആയിരിക്കില്ല സ്ഥിതി എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ വലിയ തോതിൽ ഈ കാറ്റ് ഈ പ്രദേശത്തേക്ക് അടിക്കാത്തതാണ്, അല്ലെങ്കിൽ കാറ്റ് ഈ പ്രദേശത്തേക്ക് എത്താത്തതിന്റെ ആശ്വാസമാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തേക്ക് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി സഹായം തേടിക്കൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശം അത് പൂർണ്ണമായും ഇവിടെ നിന്നിരുന്ന ഈ എണ്ണപ്പനകൾ അത് വലിയ തോതിൽ നശിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥരെ വ്യക്തമാക്കിയിരുന്നു, കോടികളുടെ നഷ്ടമാണ് ഓയിൽ ഫാമിന് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു നിമിഷം അരുണിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ ആർ രാജേന്ദ്രൻ, അദ്ദേഹം ഓയിൽ പാം കോർപ്പറേഷന്റെ ചെയർമാനാണ്, ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ആർ രാജേന്ദ്രൻ, ഇത് തീ വ്യാപിക്കുകയാണല്ലോ ഈ കുളത്തൂപ്പുഴ എസ്റ്റേറ്റിൽ. വലിയ നാശമാണോ ഉണ്ടായിട്ടുള്ളത് ശ്രീ ആർ രാജേന്ദ്രൻ? 4 യൂണിറ്റ് ഫയർഫോഴ്സ് അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ അവിടെ സ്പോട്ടിലില്ല, കിട്ടിയ റിപ്പോർട്ടാണ്. അത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഇതെങ്ങനെ ഈ തീ പടർന്നു? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാരണം എന്താണെന്ന് ഇനി മനസ്സിലാക്കിയേ കഴിയും. അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഒരിക്കൽ ഒരു ചെറിയ തീപിടുത്തം ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ അന്വേഷണത്തിലാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ തീ അണയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രയോറിറ്റിയുള്ള കാര്യം. അത് ചെയ്യുന്നുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ ആർ രാജേന്ദ്രൻ. അദ്ദേഹം പറയുന്നത് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു, അതിന് പ്രഥമ പരിഗണന നൽകുന്നതെന്നുള്ളതാണ്. അരുൺരാജ് തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ഫയർഫോഴ്സിന് മുന്നിലുള്ള വെല്ലുവിളി എന്താണ് അരുൺ നിലവിൽ? ഈ ചെറിയ സ്ഥലം എസ്റ്റേറ്റിന്റെ പല ഭാഗത്തേക്കും വാഹനങ്ങൾ പൂർണ്ണമായും ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള സാഹചര്യമില്ല. അത് ഈ കാൽനടയായി മാത്രമേ എത്തിക്കൊണ്ട് തീയണയ്ക്കേണ്ട അവസ്ഥയിലാണ്. അത് നാട്ടുകാരുടെ കൂടി സഹായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ സഹായമാണ് ഇക്കാര്യത്തിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ ഓയിൽ ഫാമും തേടിയിരിക്കുന്നത്. ഈ ആളുകൾ, നാട്ടുകാർ അത് വലിയ തോതിൽ അവർ എത്തിയാണ് പല സ്ഥലത്തും ഈ തീ ഇപ്പോൾ അണയ്ക്കുന്നത്. പക്ഷേ അത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇനി വരുന്ന മണിക്കൂറിൽ കൂടുതൽ തീ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കണമെങ്കിൽ കാറ്റടക്കം ഒഴിവായി മാറി നിൽക്കണം. അത് പ്രകൃതി ഇനി എങ്ങനെയാണ് അത് ആ വരും മണിക്കൂറിൽ എങ്ങനെയാണ് ഇടപെടുക, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്ത് ഇനി കാറ്റുണ്ടായാൽ, ഇനി വീണ്ടും കാറ്റുണ്ടായാൽ അത് ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ ഉയരങ്ങളിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം, ആ ഉയരങ്ങളിൽ തീ പിടിച്ചിരിക്കുന്നത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും ഈ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലായി, അത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഉന്മേഷ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, 3 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഈ കുളത്തൂപ്പുഴയിലടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് നേരത്തെ അനുവദിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് നടപടി ഉണ്ടായില്ല. കുളത്തൂപ്പുഴയിലടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് നേരത്തെ അനുവദിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എല്ലാ വർഷവും ചെറിയ തോതിലെങ്കിലും തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ ദുരഗതി, അല്ലെങ്കിൽ ഈ ദുരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും കടക്കിൽ നിന്നും പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ നാട്ടുകാർ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഈ നാട്ടുകാർ വളരെ ശ്രമകരമായ രീതിയിൽ, വളരെ അവരുടെ ജീവൻ പോലും പണയം വെച്ചാണ് പല സ്ഥലത്തേക്കും കയറി ഇത്ര വലിയ തോതിൽ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഈ പച്ചില മാത്രം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്
തുടരുന്നത് എന്നുള്ളത്. എന്തായാലും അവരെ നമുക്ക് ഈ ഘട്ടത്തിൽ അവരുടെ ശ്രമത്തെ വലിയ തോതിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചാൽ അത് രാത്രിയായാൽ അത് കയ്യിൽ നിൽക്കില്ല. ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നതിനപ്പുറം, കാരണം അവർ തന്നെ അതിൻ്റെ ആശങ്ക നേരത്തെ നമ്മളോട് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഈ ഓയിൽ ഫാമിലേക്ക് തീ പടരുന്നത് തടയാനുണ്ടായ ഒരു കഴിഞ്ഞു എന്നുള്ള ആശ്വാസമാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്കുള്ളത്. ഉന്മേഷ്. അരുൺ രാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കുളത്തൂപ്പുഴയിൽ നിന്ന്. ആ ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാർ ഒരു ഭാഗത്ത് തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഫയർഫോഴ്സ് സംഘം മറുഭാഗത്തുണ്ട്. അവർക്ക് പക്ഷേ ഈ തീ ആളിപ്പടരുന്ന മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എണ്ണപ്പനകളുടെ അടുത്തെത്തി അവർ ഇതിനോടകം അണച്ചിട്ടുണ്ട്. പക്ഷെ മറുഭാഗത്ത് തീ പടരുന്നുണ്ട്. ജനവാസ മേഖലയുണ്ട്, അവിടെ തേക്ക്. അങ്ങനെ ആ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ കൂടി അവിടെ ഉണ്ട്. നേരത്തെ ഉൽപാം കോർപ്പറേഷൻ ചെയർമാൻ സംസാരിച്ചിരുന്നു. മുൻപും അവിടെ തീപിടുത്തം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അരുൺ രാജ് തുടരുന്നുണ്ട് അവിടെ. അരുൺ കേൾക്കാമെങ്കിൽ നാട്ടുകാർ മേളിലോട്ട് ഫയർഫോഴ്സിന് എത്തിക്കാൻ കഴിയില്ല. റോഡില്ലല്ലോ അങ്ങോട്ട് മേലോട്ട്. മറുകരയിൽ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ട്? അവിടെ പിന്നെ ഫോറസ്റ്റിന്റെ ആൾക്കാരുണ്ട് അവിടെ പടന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ആവശ്യം. വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ കഴിയും. ഇത് നമുക്ക് തൊഴിലാളികൾക്ക് ഇത് അണയ്ക്കാൻ പറ്റാത്ത രീതിയിൽ തീ കത്തുകയാണ് ഇവിടെ. പ്രശ്നമാണ്. അത് കാട് ഇത്തരം കിടക്കില്ല, ഉണക്കം കൂടെ ആയതുകൊണ്ട് കാടെല്ലാം കരിഞ്ഞു നിൽക്കുവാണ്. തീയുടെ ഒരു ഉന്മേഷ ദൃശ്യങ്ങൾ കാണാം. ഓരോ സെക്കൻഡ് കഴിയും തോറും തീ ഇങ്ങനെ പടർന്നു കയറുകയാണ്. ആ തീ പടർന്നു കയറുന്നതിനെ ഇനി എങ്ങനെ അണയ്ക്കും, ആ ആശങ്ക ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ തീ അണയ്ക്കുന്ന നാട്ടുകാരടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും JCB അടക്കം സ്ഥലത്തേക്ക് എത്തിച്ച ചില ഭാഗങ്ങളിൽ മണ്ണടക്കം മേളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഈ തീ ഈ പടരുന്ന സ്ഥലങ്ങളിൽ അണയ്ക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വഴി ഉണ്ടാക്കി ഈ ഫയർഫോഴ്സ് യൂണിറ്റിന് എത്താനുള്ള ശ്രമം കൂടി ഇപ്പോൾ JCBയുടെ ഭാഗത്തു നിന്നടക്കം അല്ലെങ്കിൽ JCB അടക്കം സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. എന്തായാലും ഈ തീ വലിയ തോതിൽ വ്യാപിച്ചു. പല സ്ഥലങ്ങളിൽ അത് തീ പൂർണ്ണമായും ഈ കത്തി നശിച്ചിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ വലിയ തോതിൽ തീ പടർന്ന് ഈ എണ്ണപ്പനകളടക്കം കത്തി നശിച്ചു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീ പടരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ JCB കൂടി എത്തിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് മണ്ണടക്കം ഉപയോഗിച്ച് ഈ മണ്ണ് ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നു. അങ്ങനെ പല മേഖലയിൽ പല രീതിയിലുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എത്ര വലിയ ശ്രമം നടത്തുമ്പോഴും മറുവശത്ത് ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീ ഒരു വശത്തേക്ക് ഈ മറുകരയിലേക്ക് എത്തിയാൽ അതിൻ്റെ ആശങ്ക, അതിനുണ്ടാകുന്ന പ്രശ്നം അത് ചെറുതാകില്ല. ആ ആശങ്ക ഇപ്പോൾ നാട്ടുകാരും ഉദ്യോഗസ്ഥരും അടക്കം പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഉയരങ്ങളിലേക്ക് എത്തി തീ അണയ്ക്കുക എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകളുടെ സേഫ്റ്റി, നാട്ടുകാരുടെ സേഫ്റ്റി അടക്കം ഇതിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഫയർഫോഴ്സിന് പല മേഖലയിലും എത്താൻ കഴിയുന്നില്ല. ചെറുവാഹനങ്ങൾക്ക് പോലും മുകളിലേക്ക് കടക്കാൻ കഴിയില്ല. അതും വലിയ ആശങ്കയായി നിൽക്കുന്നു. എന്തായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ആ ദൃശ്യം കാണാം. ഒരു എണ്ണപ്പനയ്ക്ക് തീ പിടിക്കുന്ന ദൃശ്യം ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ താഴെ ഉള്ള പുല്ലുകൾക്ക് അടച്ചു കഴിയുമ്പോൾ മറുവശത്ത് ആ എണ്ണപ്പനകൾ കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ദൃശ്യം നമ്മുടെ ക്യാമറമാൻ അരുൺ ആ ദൃശ്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഇങ്ങനെ നിന്ന് കത്തുകയാണ് എണ്ണപ്പനകൾ. പിന്നീട് ആ എണ്ണപ്പനയിൽ നിന്ന് അടുത്ത എണ്ണപ്പനയിലേക്ക് തീ പടരുന്നു. അങ്ങനെ ഈ പടർന്ന് അതിവേഗമാണ് ഈ തീ ഇങ്ങനെ കയറി പോകുന്നത്. ഒരു ചെറിയ തീപ്പൊരി മാത്രം മതി. ആ തീപ്പൊരിയിൽ നിന്നുണ്ടാകുന്ന ദോഷം അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് എണ്ണപ്പനകളടക്കമുള്ള ഉണങ്ങിയ പുല്ലുകൾ നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അനുനിമിഷം ഈ തീ ഇങ്ങനെ മുകളിലേക്ക് അത് പുല്ലുകളായാലും അതുപോലെ തന്നെ എണ്ണപ്പനകളിലും അടക്കം തീപിടിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും നാട്ടുകാരടക്കം വലിയ ശ്രമകരമായ ദൗത്യം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മറുഭാഗത്ത് തീ അതിൻ്റെ ഉഗ്രസ്വഭാവം കാട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വരും മണിക്കൂറിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ, ഇപ്പോൾ നിലവിൽ എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ട് അരുൺ? അവിടെ 3 or 4? ഉന്മേഷ്, നിലവിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണുള്ളത്. ബാക്കി നാട്ടുകാരുടെ സേവനം, അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ സേവനം, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സേവനം. നമ്മളോട് നേരത്തെ സംസാരിച്ച ആ ചെറുപ്പക്കാർ, അവർ ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ തീ പടർന്ന് ആ വനാതിർത്തിയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവരുടെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ശ്രമം അവർ നടത്തുന്നത്. ഒരുപക്ഷെ ആ ദൃശ്യം നമുക്ക് കുറച്ചുകൂടി ആ എണ്ണപ്പന എത്ര വേഗത്തിലാണ് കത്തി നശിച്ചത്, നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച് ഏകദേശം സെക്കൻഡുകൾ മാത്രമേ ആയുള്ളൂ. ആ എണ്ണപ്പന എത്ര വേഗത്തിലാണ്
മുകളിലേക്ക് കത്തി നശിക്കുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അതിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. ഇനി സമീപത്തെ എണ്ണപ്പനയിലേക്ക് കൂടി എത്തും. അങ്ങനെയാണ് ഈ തീ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത്. എന്തായാലും ഇവിടെ നിൽക്കുന്നത്, ഈ ഭാഗത്ത് നിൽക്കുന്നവരുടെ സുരക്ഷ അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ എണ്ണപ്പനയിലെ ജീവനക്കാരുമടക്കം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ എണ്ണപ്പനയാണ്, ഇതിന്റെ ചില അടിക്കാടുകളൊക്കെ ഇപ്പോഴും വെട്ടിയിട്ടില്ല. അതുകൊണ്ട് തീ ഏതൊക്കെ വഴിയിൽ പടരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യം ഈ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർക്കോ ഇല്ല. അവർ പറയുന്നത് ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് തീ വീണ്ടും ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ് ഇത്ര വേഗത്തിലാകുന്നത് കാര്യത്തിൽ ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഒരുപക്ഷെ അരുൺ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കാം. ആ എണ്ണപ്പനയുടെ മുകളിലേക്ക് ആ എണ്ണപ്പന പൂർണ്ണമായും കത്തി മാറുന്ന ദൃശ്യമാണത്. ഈ എണ്ണപ്പന ഇങ്ങനെ കത്തി മാറുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നം ഉന്മേഷ്, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു എണ്ണപ്പന ഇപ്പോൾ കത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അടുത്ത എണ്ണപ്പനയിലേക്ക് കൂടി തീ പെട്ടെന്നാണ് വ്യാപിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് തീയണച്ച് മറുഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു ഭാഗത്തേക്ക് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ തോതിൽ അത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വലിയ ദൂരത്ത് നിന്നാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നാട്ടുകാരുടെ കൂടിയും ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെ ഇപ്പോൾ ഈ ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത്. വെള്ളം എത്തിച്ചുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും? നമ്മളോട് സംസാരിച്ച ചെറുപ്പക്കാരാണ് ഇവിടുന്ന് തീ അണച്ചിപ്പോൾ മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആശങ്ക, അവർ ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു തീപിടുത്തം സമീപകാലത്തൊന്നും അവർ കണ്ടിട്ടില്ല. ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായതിൽ ചില സംശയങ്ങൾ കൂടി ഈ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആശങ്കകൾ ഇവിടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നിസ്സഹായം നിൽക്കുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ വൃന്ദത്തെ കൂടി അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംവിധാനത്തെ കൂടി നമ്മൾ കാണുന്നു. ഇവിടെ ഉള്ളവരെയല്ല, ഇവിടെയുള്ള സംവിധാനം പൂർണ്ണമായും അതിന് അനുകൂലമായി അവർ വളരെ ഈ പ്രതിസന്ധിയോട് മല്ലിട്ടുകൊണ്ടാണ് ഈ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പരിമിതമായ സാഹചര്യം, പരിമിതമായ എക്യുപ്മെന്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ വലിയ കോടികളുടെ നാശനഷ്ടം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അരുൺ രാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഓയിൽ പാം കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ വെല്ലുവിളിയാണ് തീ അണയ്ക്കുക എന്നുള്ളത്. അവർ ഒരു ഭാഗത്ത് എണ്ണപ്പന തോട്ടത്തിന് സമീപത്ത് തീ അണച്ചിരുന്നു, പക്ഷെ മറുഭാഗത്ത് തീ പടരുന്നുണ്ട്. ആ മേഖലയിലുള്ള ചെറുപ്പക്കാരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് കഴിയുന്നത് പോലെ തീ കെടുത്താനുള്ള ശ്രമത്തിലാണ്. അവർ കയ്യിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളം എത്തിച്ച് ഉയരത്തിൽ പടരുന്ന തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഈ തീ പടർന്നു, ആരെങ്കിലും തീയിട്ടതാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് കൃത്യമായൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ വരേണ്ടതുണ്ട്. അത് അധികൃതർ തന്നെ നൽകേണ്ടതുമാണ്. ഈ ഘട്ടത്തിൽ ആ തീ അണയ്ക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. അതിനായുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം അവിടെയുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെയുള്ള നാട്ടുകാർ, ചെറുപ്പക്കാർ അവർ ഇടപെട്ട് ആ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതാണ്. നേരത്തെ ഒരു എണ്ണപ്പനയിലേക്ക് തീ പടർന്നത് നമ്മൾ കണ്ടതാണ്. വളരെ വേഗത്തിൽ ആ എണ്ണപ്പന കത്തി നശിച്ചു. തൊട്ടടുത്തുള്ള എണ്ണപ്പനകളിലേക്ക് കൂടി അവിടെ നിന്ന് തീ പടരുന്നുണ്ട്. അടിക്കാട് വെട്ടിയിരുന്നില്ല ചില മേഖലകളിൽ എന്ന് പറയുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ തീ തീ പടരാനിടയായി. പ്രദേശത്ത് കനത്ത പുകപടലമുണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അരുൺ രാജ് വീണ്ടും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തേണ്ടതുണ്ടല്ലോ ഇങ്ങനെ ഈ തീ പടരുകയാണെങ്കിൽ? കാരണം നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ ആ ചെറുപ്പക്കാർ പറഞ്ഞതുപോലെ തന്നെ തൊട്ടപ്പുറേ അപ്പുറത്ത് കാടുണ്ട്, ജനവാസ മേഖലയുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തീ പൂർണ്ണമായും അണയ്ക്കണമല്ലോ. കൂടുതൽ ഫയർഫോഴ്സ് എത്തേണ്ടി വരുമല്ലോ അരുൺ? തീർച്ചയായും ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഈ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തുള്ളത്. ഇപ്പോൾ ഈ കുടിവെള്ള ടാങ്കറുകളിലടക്കം വെള്ളം എത്തിച്ചുകൊണ്ട് ഈ ഫയർഫോഴ്സ് വാഹനത്തിൽ നിറച്ച് അവിടെ നിന്ന് ഈ പോയി വെള്ളമെടുക്കാനുള്ള സമയം അത് ക്രമീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തുകയാണ്. ഈ ഫയർഫോഴ്സിന്റെ വാഹനം ഇവിടെ എത്തിയാൽ സ്വാഭാവികമായും ഈ മുകളിൽ കാണുന്ന ആ വലിയ തീ അത് വലിയ തോതിൽ പടരുന്നുണ്ട്. ആ തീ അണയ്ക്കാൻ കഴിയും
കഴിയും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും മറുവശത്ത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അവിടെ തീ പൂർണ്ണമായും അണച്ചിട്ട് മുമ്പേ വന്നതാണ്. ആ ഭാഗത്ത് എണ്ണപ്പന വീണ്ടും തീ പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകുന്നത് ഈ കാറ്റാണ്, മറുഭാഗത്ത് ചെറിയ തീപ്പൊരിയിൽ പോലും വേഗത്തിൽ കത്തി നശിക്കുന്ന എണ്ണപ്പനകൾ, അത് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സിന്റെ വാഹനം ഈ സ്ഥലത്തേക്ക് എത്തുന്നു. മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 ചെറുപ്പക്കാർ അവിടെ തീയണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭാഗത്തേക്ക് ഇപ്പോൾ വെള്ളം എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ വാഹനം ഒടുവിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഭാഗം വരെ ഈ വാഹനം എത്തുകയുള്ളൂ. ഇതിനുശേഷം വലിയ തോതിൽ ഓസിട്ട് വാഹനം മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കേണ്ടി വരും. എന്തായാലും നാട്ടുകാരുടെ സേവനം അത് എടുത്തു പറയേണ്ടതാണ്. ഇവിടുത്തെ ജീവനക്കാർക്കൊപ്പം ഈ ഫയർഫോഴ്സ് യൂണിറ്റിനൊപ്പം ഒരു നാട് ഒന്നാകെ ചേർന്നുകൊണ്ട്, ആ ചെറുപ്പക്കാർ ഒന്നാകെ ചേർന്നുകൊണ്ട് തീയണയ്ക്കുന്ന കാഴ്ച, തങ്ങളുടെ ജീവൻ പോലും മാനിക്കാതെ ആ തീയണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കിലോമീറ്ററുകളോളം തീ വ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി അരുൺ, അപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുക അരുൺ. വിവരങ്ങൾക്ക് വേണ്ടി അരുണിലേക്ക് തിരികെ എത്താം. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ രാജ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന്. സ്വകാര്യ സർവകലാശാല തീരുമാനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ കച്ചവടത്തിന് അവസരമൊരുക്കുകയല്ല, മികവ് നേടുകയാണ് ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഇടപെടും എന്നായിരുന്നു LDFന്റെ പ്രഖ്യാപനം. അതിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ സർവകലാശാലകളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് വെക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നിലവരുന്നത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നത് നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ അവസരം കിട്ടും എന്നുള്ളതാണ്. ഓമനക്കുട്ടൻ GK പറയുന്നത് ഇങ്ങനെയാണ്: സ്വകാര്യ സർവകലാശാല ബിൽ UDF ആണ് കൊണ്ടുവന്നിരുന്നത് എങ്കിൽ നമ്മുടെ കുട്ടി സഖാക്കൾ എത്ര സർക്കാർ ജീപ്പുകളും കാറുകളും ഇതിനകം കത്തിച്ചേനെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി വരുന്നത്. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ദാരുണ മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവാണ്. ഇന്നലെ രാത്രിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് ഉന്നതിയിലേക്ക് വരുന്നത്. ഉന്നതിക്ക് തൊട്ടുതാഴെയുള്ള കുളത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു കാട്ടാന. മാനുവിനെ കണ്ടതോടെ അക്രമാസക്തനായി മാനുവിനെ എടുത്ത് കുടഞ്ഞ് വയലിലേക്ക് എറിഞ്ഞു. ആന വെള്ളം കുടിച്ചോണ്ടിരിക്കുക, കുളത്തിൽ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറയാ മാറി നിൽക്ക് എന്ന്. അയാൾ മാറി നിൽക്കോ? മാറിയൊന്നും നിന്നില്ല. അങ്ങനെ സംഭവിച്ചതാ. വയനാട് ജില്ലയിലെ നൂൽപ്പുഴയും തമിഴ്നാട് നീലഗിരി ജില്ലയിലെ പാട്ടവയലും അതിരിടുന്ന പ്രദേശത്താണ് കാപ്പാട് ഉന്നതി. ഒരു ഭാഗം പൂർണ്ണമായും വനം. അതിരിടുന്ന കല്ലൂർ പുഴയ്ക്കപ്പുറം തേയിലയടക്കമുള്ള തോട്ടങ്ങൾ. ഇവിടെയാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണം ഉണ്ടായത്. സ്വന്തമായി വീടില്ലാത്തതിനാൽ ബന്ധുവീടുകളിലാണ് മാനുവും ഭാര്യ ചന്ദ്രികയും കുട്ടികളും മാറി മാറി താമസിക്കുന്നത്. ഇന്നലെ ചന്ദ്രിക വെള്ളരി ഉന്നതിയിലേക്കും മാനു കാപ്പാട്ടേക്കും വരികയായിരുന്നു. ഇതിനിടയിലാണ് മാനുവിനെ കാട്ടാന കൊലപ്പെടുത്തിയത്. 5 മണി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പണി വിട്ടുപോയിട്ട് 1 കിലോ അരി വന്നിട്ട് കൊണ്ടുവരാൻ വരെ ഇവർക്ക് പുരയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, ആനശല്യം കൊണ്ട്. അതിന് സർക്കാർ ഒരു തീരുമാനം ഇന്ന് വരെ എടുത്തും കൊടുത്തിട്ടില്ല. ചന്ദ്രികയുടെ ഷാൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കണ്ടതോടെ ഇവരെ കാണാനില്ല എന്ന അഭ്യൂഹം ഉയർന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ സുരക്ഷിതയെന്ന് വ്യക്തമായി. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ ജനറൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു.
6 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാപ്പാട് ശേഷിക്കുന്നത്. പുനരധിവാസ പദ്ധതിയിലെ പൊരുത്തക്കേടുകൾ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. കാട്ടാന ആക്രമണ മരണത്തെ തുടർന്ന് പ്രതിഷേധം ഉയർന്നു. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തെത്തി. നിങ്ങൾ കുറച്ച് ഫോറസ്റ്റുകാരും പിന്നെ പോലീസിന്റെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിന്റെ അഹങ്കാരം നടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടായിട്ട് പോയി കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കി എനിക്കൊന്നും പറയാനില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാനുവിന്റെ ബന്ധുക്കളും നടത്തിയ ചർച്ചയിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി. ഇതേ തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു ഇവിടെ കുറച്ച് ട്രെഞ്ച് ഇഷ്യൂ ആയിരുന്നു, പിന്നെ കുറച്ച് ഫെൻസ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വി ഹാവ് ഡിസൈഡഡ് അത് ചെയ്യാം, അത് ഇപ്പോൾ ചെയ്യാം. പിന്നെ വിൽ ഗിവ് ദം ഇമീഡിയറ്റ്ലി 5 lakh കമ്പൽസേഷൻ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കൊടുക്കാം. വെനെവർ ദ ലീഗൽ സർട്ടിഫിക്കറ്റ് അവൈലബിൾ അപ്പോൾ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് വിൽ ബി ഗിവൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെന്നാരോപിച്ച് UDF പ്രതിഷേധിച്ചു. ഈ ബോർഡിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ട്രൈബൽ വകുപ്പും അതുപോലെ തന്നെ വയനാട് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിലും UDF പ്രതിഷേധിച്ചു. ഓഫീസിലെത്തിയ UDF നിയോജകമണ്ഡലം ചെയർമാനും DCC സെക്രട്ടറിയുമായ DP രാജശേഖരനെ പോലീസ് തടഞ്ഞു. മാനുവിന്റെ സംസ്കാരം പാട്ടവയൽ വെള്ളരി ഉന്നതിയിലാണ് നടന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ സംഭവിക്കുകയാണ് വയനാട്ടിൽ. ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ പ്രശ്നപരിഹാരത്തിനുള്ള കൂടിയാലോചനകൾ ഗൗരവതരമായി നടക്കേണ്ടതുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിന് അറുതിയില്ല. 2025 കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 8 പേരാണ്. 2025 ഇതുവരെ കാട്ടാനാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 8 പേരാണ്. ജനുവരി 8-നാണ് വയനാട് പുൽപ്പള്ളിയിൽ കൊല്ലിവയൽ ഉന്നതിയിലെത്തിയ കർണാടക സ്വദേശിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. വിഷ്ണു റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയായിരുന്നു കാട്ടാനാക്രമിച്ചത്. രാത്രികാല പരിശോധനയിലുണ്ടായ വനപാലകർ ഉടൻ സ്ഥലത്തെത്തി വിഷ്ണുവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണപ്പെട്ടു. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഉച്ചകുളം ആദിവാസിയുന്നതിയിലെ സരോജിനിക്ക് ജീവൻ നഷ്ടമായി. പതിവ് പോലെ വനവിഭവങ്ങൾ ശേഖരിക്കാനിറങ്ങിയതാണ് സരോജിനിയും മറ്റു 4 പേരും. പെട്ടെന്ന് ആന വന്നത് പക്ഷേ ആരും കണ്ടില്ല. പിന്നീട് കൂടെയുണ്ടായിരുന്നവർ പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചു. സരോജിനി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ആന ആക്രമിച്ചു. അതിന് ഞാൻ പറയാം, എന്നെ കൊല്ലാൻ വന്നാണെങ്കിൽ ഇന്നെ കൊല്ലു, അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആനോട്. അതിൽ ആനന്ത് കാട്ടി നേരത്തെ ഇന്നിരുന്ന് ആനന്ദീര് നേരാണ് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇവിടെ കാണുന്നില്ല, മറ്റോളൊച്ച കേൾക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഞാനീ നിൽക്കണോട് നിൽക്കുക. തെരഞ്ഞു പോയി നോക്കുമ്പോൾ ഒരു മരക്കുറ്റിൻ്റെ അവിടെ ഒരു കുറ്റിയുണ്ട്, പിന്നെ വേങ്ങമരം, അതിൻ്റെ അപ്പുറത്തൊരു കൊമ്പ് വീണ് കിടക്കുന്നു. സരോജിനി താമസിക്കുന്ന ഉച്ചകുളം ആദിവാസി ഉന്നതിയിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ മാത്രമാണ് ആക്രമണമുണ്ടായ ഇടം. സരോജിനിയുടെ മൃതദേഹവുമായി നാട്ടുകാർ അന്ന് പ്രതിഷേധിച്ചു. ഇടുക്കി മറയൂരാണ് ചമ്പക്കാട്ടിൽ വിമലൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെച്ച് കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു. വനമേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർലൈൻ തെളിയിക്കുന്ന ജോലിക്കായി ഉദ്യോഗസ്ഥർക്കൊപ്പം പോകുമ്പോഴായിരുന്നു സംഭവം. 9 പേരടങ്ങുന്ന സംഘമാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കള്ളിക്കാട് ഭാഗത്ത് വെച്ച് കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും വിമലനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. പണിക്ക് ആൾക്കാരുമായിട്ട് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി കൊന്നത്. പിന്നെ പുള്ളിക്ക് ഒന്നും വയ്യാതെ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത്. ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത്. നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ വിമലനെ മറയൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
പിന്നാലെ ഇതാ ഇന്നും ഇന്നലെയുമായി വന്ന കാട്ടാനാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവ്. ഉന്നതിക്ക് തൊട്ടുതാഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനാകെ വേദനയായി മാറുകയാണ്. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുമ്പേ ദുരിതങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 6000 ഏക്കർ പടർന്നുകിടക്കുന്ന TRNT എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയയും കുടുംബവും താമസമാക്കിയിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്ററിലധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയയില്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. ഇവിടെ 3 വീടുകളാണ് മേളിൽ ഉള്ളത്. അതിൽ ഇവരും 3 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണം. ഇനി ഇത് മറ്റൊരു ജീവൻ ഇവിടെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഞങ്ങളുടെയൊക്കെ ജീവനെയാണ് സംരക്ഷിക്കേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണ്ട ആ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്കുണ്ടാവണം. തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ ശാസ്താം നട സ്വദേശി ബാബു കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലെന്ന് സ്ഥിരീകരണം. പോലീസിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് സ്ഥിരീകരണമുണ്ടായത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇതിന് ശാശ്വത പരിഹാരം എന്നുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ തുടക്കത്തിൽ നൽകിയ വാർത്തയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ എണ്ണപ്പന എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആ തീ ഇപ്പോൾ വ്യാപിക്കുകയാണ്. തൊട്ടടുത്ത വനത്തിലേക്കും തീ പടർന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തി തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അരുൺ രാജ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ ആ ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ പങ്കുവച്ച ആശങ്കയാണ്. തൊട്ടടുത്ത് വനമുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ വനത്തിലേക്കും തീ പടർന്നു എന്നാണോ അരുൺ? തീർച്ചയായും ഉന്മേഷ, ഇത് വനാതിർത്തിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ മറുകര വശമാണ്. ഞാൻ ആ മലയിലൂടെ കടന്ന് നമ്മുടെ യൂണിറ്റ് അടക്കം ഇവിടേക്ക് എത്തിയതാണ്. അവിടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. എന്തായാലും ഈ വനത്തിലേക്ക് തീ പടരില്ല എന്തായിരുന്നു നേരത്തെയുള്ള സമാധാനമെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വനാതിർത്തിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വലിയ തോതിൽ തീ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. തീയുടെ വലിയ സാന്നിധ്യം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തീ ഇങ്ങനെ അനുദിനം ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ ഭയാനകമാകുന്ന കാഴ്ച. അത് ഓരോ നിമിഷവും നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് അടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനാണ്. കാരണം കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇനി ഭയപ്പെടാനില്ല, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ നിൽക്കുന്നതിന് മറുവശം അത് ഈ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇത് ഈ രീതിയിൽ രാത്രിയിൽ കത്തിയാൽ അത് വനത്തിലേക്ക് കയറാൻ അധിക സമയം വേണ്ടിവരില്ല. അത് വനത്തിനുള്ളിലേക്ക് കടക്കും. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് ചെറുതാകില്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തീ 1% പോലും ഈ വനത്തിന്റെ അതിർത്തിയിൽ അണയ്ക്കുവാൻ ഫയർഫോഴ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ തീ അത് എത്രത്തോളം വലിയ ഉയരത്തിലാണ് ആ തീക്കൂമ്പാരം ഉയർന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയ താഴ്ചയാണ്. ആ താഴ്ചയിൽ നിന്നാണ് തീ ഇങ്ങനെ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം പൂർണ്ണമായും തീ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഫയർഫോഴ്സിനടക്കം ഇവിടേക്ക് വരാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽനടയല്ലാതെ മറ്റൊരു മാർഗം ഈ ഭാഗത്തേക്ക് എത്തുവാനില്ല. അതിനുള്ള ക്രമീകരണം ഇവിടെ എങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും ഭയത്തോടെ തന്നെ ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം അത്രത്തോളം ഉയരത്തിൽ, അത്രത്തോളം വ്യാപ്തിയിൽ, അത്രത്തോളം ഏരിയയിൽ ഈ തീ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നു. പല സ്ഥലങ്ങളിലും വലിയ ഉയരത്തിൽ മരങ്ങൾ നിൽപ്പുണ്ട്. ആ മരങ്ങൾ കത്തുന്ന കാഴ്ച അത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അരുൺ, ഒരുപക്ഷെ ഈ സ്ഥലത്ത് ഈ ഭാഗത്ത് ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം
ചെറിയ പൊട്ടുപോലെ മിന്നുന്ന കാഴ്ച. അത് മരങ്ങളിൽ തീ പിടിച്ചിട്ട് ആ മരങ്ങളിൽ ഉണ്ടാകുന്ന തീയാണ് ഈ കാഴ്ചകൾ എല്ലാം കാണുന്നത്. ആ എണ്ണപ്പനയ്ക്കടക്കം പല ഭാഗത്തും തീ പിടിക്കുന്ന കാഴ്ച. അങ്ങനെ ഓരോ സ്ഥലത്തും മരങ്ങളിലേക്കടക്കം തീ വ്യാപിച്ചു. താഴ്ചയിൽ ഈ മലയുടെ മുകളിൽ നിന്ന് ഈ താഴ്വാരത്തേക്കടക്കം തീ പല ഏരിയയിൽ വ്യാപിച്ചിങ്ങനെ കടക്കുകയാണ്. പക്ഷേ അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് നമുക്കും ഇവിടെ നിന്ന് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം അതിന് പരിമിതികളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫയർഫോഴ്സ് സംഘത്തിനടക്കം ഇവിടേക്ക് എത്തുന്നതിന് പരിമിതികൾ വളരെ വലുതാണ്. നാട്ടുകാരുടെ സേവനം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നാട്ടുകാരും എത്തുന്നില്ല. കാരണം ഈ വനമേഖലയാണ്, കാട്ടുപന്നികളുടെ അടക്കം നിരന്തരമായ ശല്യമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശിക ലേഖനടക്കം നേരത്തെ നമ്മളോട് പങ്കുവെച്ച ഒരു ആശങ്ക. കാരണം ഏതൊരു സാഹചര്യത്തിലും ഈ ഓയിൽ ഫാമിലടക്കം എപ്പോഴും കാട്ടുപന്നികളുടെ അടക്കം സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ പടരുന്നത് കണ്ട്, തീ ഉണ്ടാകുന്നത് കണ്ട് ഈ കാട്ടിലേക്ക് ഈ മൃഗങ്ങളടക്കം കയറിയിട്ടുണ്ടാകും. സ്വാഭാവികമായും തീ അവിടേക്ക് വ്യാപിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല, അതുണ്ടാക്കാൻ പോകുന്ന നാശങ്ങൾ ചെറുതല്ല. കോടികളുടെ കണക്ക് നമ്മൾ പറയുമ്പോൾ അതിനപ്പുറമുള്ള വന്യമൃഗ സമ്പത്തുള്ള സ്ഥലമാണ് ഇത്. ആ കുളത്തൂപ്പുഴയിൽ വലിയ തോതിൽ ഈ കാടിന്റെ അടക്കം സാന്നിധ്യമുള്ള ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാറ്റിന്റെ ഒരു വേഗത കൂടി പരിഗണിച്ചാണ് ഈ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറമാൻ കാണിച്ചു തരും. കാരണം ഈ കാറ്റ് വീണ്ടും ഈ സ്ഥലത്ത് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റിനൊപ്പം ഈ തീ ഇങ്ങനെ പടരുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരു പ്രദേശം അപ്പാടെ തീ വെന്തിരിച്ച് കടന്നുപോയിരിക്കുന്നു. ഇവിടെ നിന്നിരുന്ന സസ്യസമ്പത്ത് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. കോടികൾ തങ്ങൾക്ക് നഷ്ടം വന്നുവെന്ന് ഓയിൽ ഫാം പറയുമ്പോൾ അതിലേറെ നഷ്ടം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടേക്ക് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഉണ്ടാകണം. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇനിയും അമാന്തം കാണിക്കരുത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, കൂടുതൽ സന്നദ്ധരായ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് എത്തിച്ച് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കണം. രാത്രി കൂടി ഇങ്ങനെ തീ തുടർന്നാൽ അതുണ്ടാക്കുന്ന ദോഷം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. കാരണം ഈ പുകപടലം അത്ര ഉയരത്തിൽ വ്യാപിച്ചിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി വലിയ തോതിൽ ദോഷമുണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും നമ്മുടെ മുഖമടക്കം വലിയ തോതിൽ എരിയുന്ന പോലെ ഫീലിംഗ് ആണ്. കാരണം അത്രത്തോളം വസ്തുക്കൾ ഇവിടെ കത്തിമാറുന്നുണ്ട്. ഈ മരങ്ങൾ, അതുപോലെ എണ്ണപ്പനകൾ അടക്കം കത്തിമാറുന്നു. ഒരുപക്ഷെ ഇവിടെ വെളിച്ചം വീഴുമ്പോൾ നാളെ മാത്രമേ എത്രത്തോളമാണ് ഇതിന്റെ നാശനഷ്ടം, എത്രത്തോളമാണ് ഇതിന്റെ രൂപം ഇങ്ങനെയായിരുന്നു, എത്രത്തോളം ഭാഗം കത്തി നശിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. നമുക്ക് ഈ തീ പടരുന്ന സ്ഥലം മാത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. എത്ര വിശാലമായ എത്ര ഏരിയയിലാണ് നമ്മൾ ഇവിടെ എത്തുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലത്തേക്ക് ദൃശ്യങ്ങൾ കാണാം. അത് വനാതിർത്തിയാണ്. ആ വനാതിർത്തിയിലേക്കടക്കം തീ എത്തിച്ചേർന്നിരിക്കുന്നു. തീനാളങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ വെന്തരിച്ച് കടന്നു പോകുന്ന കാഴ്ച. അങ്ങനെ ഈ ഉയരം കൂടിയ മലയുടെ താഴ്വാരങ്ങളിലടക്കം ഈ തീ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും തീ ഇങ്ങനെ മാറി മാറി കത്തി കൊണ്ടിരിക്കുന്നു. മരങ്ങളിലേക്കടക്കം തീ പിടിക്കുന്നു. സാഹചര്യം വളരെ ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. ഉന്മേഷ്, ആർ അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത വനമേഖലയ്ക്ക് സമീപത്ത് കൂടി ഇപ്പോൾ തീയെത്തിയിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ്. ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് സംഘമെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുമ്പോഴാണ് മറുഭാഗത്ത് വനത്തോട് ചേർന്നുള്ള മേഖലയിൽ ഓയിൽ പാം ഇന്ത്യയുടെ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണപ്പനകൾ വൻതോതിലുണ്ടായിരുന്ന മേഖലയിൽ ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരുന്നു. പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് ഇപ്പോഴും തീ പടർന്നു പിടിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർ, ആ മേഖലയിലുള്ള ചെറുപ്പക്കാരടക്കം അവിടെ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഓയിൽ പാം ഇന്ത്യയുടെ എണ്ണപ്പനത്തോട്ടത്തിൽ. മറ്റൊരു വിവരം ആർ അരുൺരാജ് ഇപ്പോൾ നൽകുന്നത്. വനം വകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷന് തീപിടിച്ചു. ആനവട്ടച്ചിറയിലാണ് ഈ മാഞ്ചിയം പ്ലാന്റേഷൻ. അരുൺരാജ്, അതിന്റെ വിവരങ്ങൾ കൂടി. ഉന്മേഷ്, ഈ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ തീ പടർന്നിട്ടുള്ളത്. ആനവട്ടച്ചിറയിലുള്ള, അതായത് ഈ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള മാഞ്ചിയം പ്ലാന്റേഷൻ, ഞാൻ നേരത്തെ ആശങ്കയായി തന്നെ സൂചിപ്പിച്ച ആ ഭാഗത്തേക്ക് ഇപ്പോൾ തീ എത്തിയിട്ടുണ്ട്. അതിന്റെ മറുവശത്തുള്ള കാഴ്ചയാണ് നമ്മൾ മുമ്പേ കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്ലാന്റേഷനിലേക്കടക്കം, സമീപത്തെ പ്ലാന്റേഷനിലേക്കടക്കം തീ എത്താനുള്ള സാധ്യത അത് മിനിറ്റുകൾ മാത്രം മതി. അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഒടുവിലായി ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം, ഈ മാഞ്ചിയം പ്ലാന്റേഷനിൽ കൂടി തീ പടർന്നിട്ടുണ്ട്. ഈ പ്ലാന്റേഷനിലെ പല മരങ്ങൾക്കും തീ പിടിച്ചു എന്നുള്ളതാണ് നിലവിൽ ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെയുള്ള യൂണിറ്റുകൾ തന്നെയാണ് അവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അവർ ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മറുകരയിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങളിൽ തീ ഇങ്ങനെ ആളിപ്പടരുകയാണ്. നമുക്ക് അവിടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഉന്മേഷ്, ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ തീ ഇങ്ങനെ സർവനാശം
വിതച്ച് കടന്നുപോയിരിക്കുന്നു. മരങ്ങളിലേക്കടക്കം തീ പടർന്നിട്ടുണ്ട്. ആ മലഞ്ചെരുവ് പൂർണ്ണമായും കത്തി നശിച്ചു. അവിടെ ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയതാണ്. അതിന്റെ മറുകരയിൽ അത് കാടാണ്. ആ കാട്ടിലേക്കടക്കം തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ വേണ്ട പ്രിക്കോഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാണ്, അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാറ്റിന്റെ ദിശ, കാറ്റിന്റെ വേഗത അത് അനുദിനം നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ ദൃശ്യങ്ങൾ കൂടി ആ കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ഈ തീ ഇങ്ങനെ പടർന്ന് പടരുന്നതിന്റെ ഒരു വേഗത അത് കൂടുതൽ വ്യാപിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ട് തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ആകെയുള്ളത് മരച്ചില്ലകൾ മാത്രമാണ്. ഈ മരച്ചില്ലകൾ കൊണ്ട് തീയണയ്ക്കേണ്ട ഗതികേടിലാണ് നിലവിൽ ഈ മേഖലയിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. അവിടേക്ക് ജലമെത്തിക്കാൻ കഴിയില്ല, അവിടേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം എത്തിച്ചുകൊണ്ട് തീയണയ്ക്കാനുള്ള സാഹചര്യവും സംവിധാനവും നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പ്രദേശം പൂർണ്ണമായും കത്തിനശിച്ച് ഈ ചുമന്ന ഒരു ദൃശ്യം അത് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുമായിരിക്കും. ചുമന്ന അടയാളം മുകളിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കാണുന്നത് അതിന്റെ മറുകരയ്ക്കെല്ലാം തീ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നത് കൊണ്ടാണ്. ഓരോ മരങ്ങളിലും തീ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. ഇത് താഴ്ചയിലേക്കുള്ള നമ്മളായി കയറി വന്ന ഭാഗമാണ്. ഇവിടെ എത്രത്തോളം ഭാഗത്ത് ഇങ്ങനെ കത്തി നശിച്ചു എന്നുള്ളതാണ്. മരങ്ങളിലേക്കടക്കം ഇപ്പോഴും തീ പിടിക്കുന്നു. അങ്ങനെ ദൂരെ പൊട്ടുപോലെ നമ്മൾ ചില സമയത്ത് പറയുന്നുണ്ട്, അങ്ങ് ദൂരെ ഒരു ചെറിയ പൊട്ടുപോലെ ഭിന്നായം പോലെ കാണുന്നുവെന്ന്. ആ കാണുന്ന കാഴ്ചകളെല്ലാം, അത്ര ഉയരത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം എണ്ണപ്പനയ്ക്കും മരങ്ങൾക്കും തീ പിടിക്കുന്നതാണ്. അങ്ങനെ ഓരോ പ്രദേശവും ഓരോ ഭാഗവും തീ ഇങ്ങനെ കവർന്ന് അതിന്റെ സംഹാരതാണ്ഡവമാടി കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ആ ഉദ്യോഗസ്ഥർ കയറിപ്പോയ ആ ഭാഗത്ത്, അത് വനാതിർത്തിയുടെ ഭാഗത്ത് തീ കൂടുതൽ വ്യാപിക്കുന്നു. ആ തീ കൂടുതൽ ഉയരത്തിലേക്ക് മാറുന്ന കാഴ്ച, ആ മരങ്ങളിലേക്ക് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെല്ലാം വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഈ വനാതിർത്തിയോട് കടന്നാൽ സ്വാഭാവികമായും വന്യമൃഗങ്ങളടക്കമുണ്ട്. അവിടേക്കടക്കം തീ പിടിച്ചാൽ അത് ഈ വനാതിർത്തിയിൽ വനത്തിലേക്കടക്കം തീ വ്യാപിച്ചാൽ അത് കയ്യിൽ നിൽക്കില്ല. ഉദ്യോഗസ്ഥർ കരുതുന്ന പോലെയല്ല. കാരണം അത് നിയന്ത്രണ വിധേയമായി മാറും. കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കണം. അത് ഉദ്യോഗസ്ഥരടക്കം, ഈ നാട്ടുകാരടക്കം, ഓയിൽ ഫാമിലെ ജീവനക്കാരടക്കം തുടക്കം മുതൽ ആവർത്തിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഒരു 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ കൊണ്ടാണ് ഈ 20,000 ഏക്കർ സ്ഥലം വെള്ളം എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്? അത് ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കുഴപ്പമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താത്തതെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല. എന്തായാലും വലിയ തോതിൽ തീ വ്യാപിച്ചു. പല മരങ്ങളും വലിയ തോതിൽ പഴക്കമുള്ള മരങ്ങളടക്കം ഇപ്പോഴും കത്തി നശിച്ചു. അസഹനീയമായ ചൂട്, പുകയെല്ലാം അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗം അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചുകൂടി വ്യാപ്തിയിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പുകയിൽ പോലും അത്ര തീനാളങ്ങളുടെ ആ വെളിച്ചം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അന്തരീക്ഷത്തിൽ എമ്പാടും തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗം. കാറ്റിന്റെ ഒരു സ്വഭാവം കൂടി മാറിയാൽ അത് നമ്മൾ ഇതുവരെ കരുതുന്ന പോലെ ആയിരിക്കില്ല. കൂടുതൽ ദുരന്തം അത് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഏകയുള്ള ആശ്വാസം അത് ജനവാസ മേഖല. ശരി അരുൺ, ഏതായാലും ആശങ്കാജനകമാണ് തീപിടുത്തം. അരുൺ രാജാണ് കുളത്തൂപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.